സമയം 6:45 അവനിത് എവിടെയാടാ? 6 മണിക്ക് വരാമെന്ന് പറഞ്ഞതാ. ഇനി വലിപ്പിച്ചതാവോ? അങ്ങനെയല്ല എളിയാ, അവൻ വരുമെന്ന് പറഞ്ഞാൽ അവൻ വരും. അവൻ്റെ കാര്യമല്ലേ, വടി വെച്ച് കൊടുത്ത് കുടവാക്കാത്ത ടൈപ്പാ, പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ എന്നാ മാതിരി കുളിത്തീനായിരുന്നു. കള്ളമാർക്ക് വരെ ഇപ്പം ഷവർവാത്തേ പിടിക്കത്തുള്ളൂ. ഇവളുമാർക്കൊക്കെ ഇടയ്ക്കൊന്ന് വന്ന് കുളിച്ചാൽ എന്നാ നമ്മുടെ കണ്ണിന് ഇളനീർ കുഴമ്പിട്ട സുഖമല്ലേ കിട്ടണേ. പിന്നെ ഇളനീർ കുഴമ്പ്. തൽക്കാലം നിന്റെ കണ്ണിന് ഞാനൊരു കുളിർമാരാ. ഇതൊന്ന് കണ്ടു നോക്ക്, പുതിയ പീസ. നമ്മുടെ കണ്ണിന് ഇളനീർ കുഴമ്പിട്ട സുഖമല്ലേ. കൊള്ളാലോടാ. ടോണി, എവിടെയായിരുന്നു? ഇറങ്ങി വാടാ പൊട്ടിച്ച് കളയല്ലേ അളിയാ. എത്ര നേരമായിരുന്നടാ നോക്കിയിരിക്കണ? സുഖല്ലേ? സുഖം തന്നെടാ. ആദി വാ വാ വാ, കൈ കാണിക്കേ. അളിയ, ഇതാ ഞാൻ പറഞ്ഞ സർപ്രൈസ്. മിസ്റ്റർ ആദിത്യ, ആദിന്ന് വിളിക്കും. തനി തിരുവനന്തപുരം നക്കി ഫ്രീക്കിംഗ് പയല്, കയ്യിലെല്ലാം തെണ്ടി തരുന്നുണ്ട്. പക്ഷെ ബാംഗ്ലൂരിൽ എന്റെ സഹമുറിയൻ ബൈ ബ്രോ. ഇവര് രണ്ടുപേരും എൻ്റെ നാടൻ ബ്രോസാണ്. +2 നമ്മൾ എല്ലാ ടീച്ചർമാരുടെയും കണ്ണിലുണ്ണികളായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരാണ് എൻ്റെ സ്വർഗം. ടോണി, ബാലു. ഹായ് ആദി, വെൽക്കം ടു ചന്ദനപ്പുഴ. ഓ ആയിക്കോട്ടെ. എടാ നോക്കി കണ്ട് കുപ്പി ഒട്ടിക്കടാ. ഇവിടെ ആർത്തിക്ക് ഒരു കുറവില്ലേ? അതല്ല അളിയാ, ഉമ്മൻചാണ്ടി പണി തന്നില്ലേ, ഉള്ള ബാറും ബിവറേജും ഒക്കെ പൂട്ടിച്ചു. ഇനി ഓട്ടും ചോദിച്ചോണ്ടിങ് വരട്ടെ. പിന്നല്ലാണ്ട്. അളിയാ, ചിക്കൻ കറി, ഇവിടെ പൊറോട്ട, കൂടൊക്കെ പോട്ടെ. ഒട്ടിക്കളിയാ. സോടാ സോടാ. അളീനെ കൊടറേ, നാ മൂണുങ്ങ. എന്തൊരടിയാണിത്. അച്ചു, നീ പിറക്കാവോ? ആയിക്കോട്ടെ. ഒരു മകന്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം നടത്തി തരുന്ന ഒരു അച്ഛൻ. ഇതാ ഇവന്റെ കുഴപ്പം, കപ്പാക്കിറ്റില്ല. 2 അടിച്ചാ വികാരിയാവും. നീ എന്താണോ വന്നേ? ദിലീപേട്ടാ, ഇന്ന് വന്നേ ഉള്ളൂ. അളിയാ, ഇത് മാത്രമേ ഉള്ളൂ? ഒരു തരിപ്പാവണല്ലോ. ഇതാണ് ഇവന്റെ കുഴപ്പം, ദാരിദ്ര്യം തീരൂല. അച്ചു, നീ എപ്പോഴാ വന്നേ? പിടി. വിസ്കിക്കും 2 അക്ഷരം, ബാറിനും 2 അക്ഷരം, കള്ളു ഷാപ്പിനും 2 അക്ഷരം, പെഗിനും 2 അക്ഷരം, വാറ്റിനും 2 അക്ഷരം, വെള്ളത്തിനും 2 അക്ഷരം, ഗ്ലാസിനും 2 അക്ഷരം, ഇതിലൊഴിക്കുന്ന വെള്ളത്തിനും 2 അക്ഷരം, ഐസിനും 2 അക്ഷരം, വാളിനും 2 അക്ഷരം, 2 അക്ഷരം, 2 അക്ഷരം, 2 അക്ഷരം, 2 അക്ഷരം. ബ്രോ, നിന്റെ നാട്ടിൽ വന്നിട്ട് നാടനൊന്നും കിട്ടാൻ സ്കോപ്പില്ലേ? നാടനോ? വല്ല വാറ്റായിരുന്നെങ്കിൽ 2 ദിവസം മുമ്പ് പറയായിരുന്നെങ്കിൽ സെറ്റപ്പ് ചെയ്യായിരുന്നു. എടാ, ഇവനെ ഉദ്ദേശിച്ചതേ നാടന്, അത് മറ്റേതാ.
പെണ്ണാ? ആ നടക്കോ? നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാ നടക്കുവോ? ഓട്ടെ. ഒരാളുണ്ട്. ചന്ദ്രമതി മതിയോ? ചന്ദ്രമതിയോ? ചന്ദ്രമതി നിന്റെ അപ്പനുണ്ടേ കൊറ. പേടിച്ചു. ചന്ദ്രമതിയാ? വേഗമുള്ള ചന്ദ്രമതി എങ്കിൽ ചന്ദ്രമതി, വാ പോവാ. ഈ ചന്ദ്രമതി എന്ന് പറഞ്ഞൊരു മറ്റേതല്ല, ഭ്രാന്തിയ. നാട്ടുകാരെങ്കിലും അറിഞ്ഞാ നാണക്കേടാവോ അളിയാ? അളിയാ നിനക്ക് നാടനൊക്കെ പറ്റുമോ? നാടനായാലും സ്കോച്ചായാലും തലയ്ക്ക് പിടിച്ചാ പോരെ. ചന്ദ്രമതി വേണം. അഥവാ അവക്കളുടെ അടുത്ത് നമ്മൾ പോയാൽ തന്നെ നമ്മുടെ പേര് കൂട്ടി അവള് തെറി പറയും. അത് വേണോ അളിയാ? ചന്ദ്രമതി വേണം. അളിയാ, ഒന്നില്ലെങ്കിൽ പൈസ വേണം, അല്ലെങ്കിൽ അവക്ക് വല്ലതും തിന്നാൻ കൊടുക്കണം. പറ്റുമോ? അടുത്ത ഇനി ATM-ലേക്ക് ലടാച്ചു. ഇത് നാട്ടിൻപുറ. ഇവിടെ കുത്തിയാ കിട്ടാൻ വേറെ ഒരു ATM ഒന്നുമില്ല. അച്ചു, അപ്പൊ എങ്ങനാടാ? ഉള്ള ചിക്കനും തീർന്നു. എങ്ങനാ? സ്ഥലത്തി ഇറങ്ങ്, സ്ഥലത്തി. കുറച്ച് അങ്ങനെ നടന്ന ഒരു ഇടവഴിയുണ്ട്, അങ്ങനെ അവരുടെ വീട്ടിലെത്താം. വണ്ടി ഇവിടെ ഇടുന്നതാ സേഫ്. വാ ഇറങ്ങ്, ഇറങ്ങി വാ. നടന്നെങ്കിൽ നടന്ന്, അതൊരു വെറൈറ്റി. വേടാ പോവാ, ഇതിലൊക്കെ നടന്നാ മതിയായിരുന്നേ. എത്തിയോ? അച്ചു, കടവിൽ ആരെങ്കിലും ഉണ്ടോന്ന് നോക്ക്. ആരെങ്കിലും കേൾക്കുമ്പോണ്ടാവാ. ഫ്രണ്ടില് വീട്ടിൽ നടക്ക്. അതാണ് ചന്ദ്രമതിയുടെ വീട്. ചന്ദ്രമതിക്ക് ചില നേരവും കാലമൊക്കെ ഉണ്ട്. എടാ, പ്രാന്ത് മൂത്തിരിക്കുന്ന സമയത്താണെങ്കിൽ തള്ള വല്ല കല്ലെടുത്തറിയും. ആദ്യം ഞാൻ പോയി നോക്കാം, നിങ്ങളിവിടെ നിൽക്കേ. ചന്ദ്രമതി, 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 മനസ്സിലായോ? ആരാ ഇത്? കോലോത്തെ അച്ചൂട്ടനല്ലേ? എന്റെ ശ്രീകുട്ടീന്റെ കൂടെ ഓനിവിടെ പണ്ട് കിളിക്കൂട് കാണാൻ വന്നത് ഓർമ്മയുണ്ടോ? അന്ന് മോന്റെ അമ്മ കൊറേ തല്ലും തന്നു. അതൊക്കെ മോൻ ഓർമ്മയുണ്ടോ? അതൊക്കെ പഴയ കഥയല്ലേ. ഇവരൊക്കെ എൻ്റെ കൂട്ടുകാരാ. കുറച്ചു കാലം ഞാൻ വെളിയിലായിരുന്നു, ഇപ്പോഴാ വന്നത്. വന്നപ്പോൾ പിന്നെ
ചന്ദ്രമതിയെ ശരിക്കൊന്ന് കാണാതെ എങ്ങനെയാ പോകുന്നേ? എനിക്കിപ്പം പഴയ പോലെ ഒന്നും വയ്യ. ഒരു ചാൻ വയറിന് വേണ്ടി അത് കരയുമ്പോ ആരെങ്കിലും വരുന്നു നോക്കി ഇങ്ങനെ ഇരിക്കും. ഇപ്പോഴോ പൊതിയങ്ങ് താ മോനെ. ഇത് പിന്നെ അപ്പൊ പിന്നെ എന്തൊരു നാറ്റം ഇവിടെ. അല്ലെങ്കിൽ ഇവിടെ വേണ്ട, എനിക്ക് മണ്ണെണ്ണയുടെ മണമേ പിടിക്കത്തില്ല. വാ, മാറിയിട്ട് വയ്യ. കുറച്ച് നാട്ടുകാരെ മൊത്തം അറിയിക്കുക തള്ള. നാശം. താങ്ക്സ് ബ്രോ. അച്ചുകുഞ്ഞേ, നീനിത് വാങ്ങിക്കാൻ പോണാ? കഴിഞ്ഞിട്ട് വാടേ. അച്ചു, അമ്മേ, അച്ചു അപ്പൊ എങ്ങനാടാ? ഉള്ള ചിക്കനും തീർന്നു.
ചന്ദ്രവതിക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. അച്ചു പറയാതിരിക്കാൻ വയ്യ. ചില സത്യങ്ങൾ അങ്ങനെയാണ്. നിഷ്ഠൂരവും വേദനാജനകവുമായി അപ്രസക്തമാകുന്ന മൂക്കനിമിഷങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു പോകുന്നു. എൻ്റെ കണ്ണിൽ, കാതിൽ നെഞ്ചിലേറ്റ സത്യത്തെ പുറം ലോകത്തോട് വിളിച്ചു പറയാൻ, അരുതേ അതങ്ങനെയല്ല എന്ന് തെളിയിക്കുവാൻ പല പോംവഴി തേടിയിട്ടും അതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ആരും ആ സത്യം ഉൾക്കൊണ്ടില്ല. കേട്ടവർ അതിനെ അവരുടെ ആംഗിളിൽ വ്യാഖ്യാനിച്ചു കളഞ്ഞു. ഒടുവിൽ ഞാനതിനെ വിഷ്വലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. കഥാകൃത്ത് സത്യത്തെ അയാളുടെ ഭാവനയിൽ വ്യഭിചാരം നടത്തി. സ്ക്രിപ്റ്റിങ്ങും ഡയറക്ഷനും ക്യാമറയും ആക്ടിങ്ങും എല്ലാം വികല ഭാഷയും രൂപവുമായി മാറി. ഞാനും എൻ്റെ ചന്ദ്രമതിയും ആരും അറിയാതെ മൂടപ്പെട്ടു പോയ കോടാനുകോടി സത്യങ്ങളുടെ ഗണത്തിൽ കുഴിച്ചു മൂടപ്പെട്ടു പോയ കാഴ്ച നിങ്ങളും കണ്ടു. ബട്ട് ഈവൻ യു നെവർ നോ ദ ഫാക്ച്വാലിറ്റി. ഹാസ് ദ ജനറേഷൻ ലോസ്റ്റ് ദ റിയലൈസിംഗ് എബിലിറ്റി? Chନ୍ଦ୍രമതി